ഇന്നുണ്ടല്ലോ കയ്പില്ലാത്തൊരു കയ്പ്പയ്ക്ക തീയൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതേ കയ്പ്പയ്ക്ക വളരെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് അതിലേക്ക് ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാട്ടോ. ഇനി ഇതേ അരപ്പ് തയ്യാറാക്കാനായിട്ട് നാളികേരം ഒരു പാനിലേക്ക് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും കുരുമുളകും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് ഈ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതേ കയ്പ്പയ്ക്ക നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ അതേ ചെറുള്ളി പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴറ്റി വന്നതിന് ശേഷം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും ചെറുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കയ്പ്പയ്ക്കും അരപ്പും വെള്ളം പുളിവെള്ളം കൂടിയും ചേർത്ത് ഇതിലേക്ക് കായത്തിൻ്റെ പൊടിയും ശർക്കരയും കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് വേവിച്ചെടുത്താൽ കയ്പ്പയ്ക്ക തീയൽ റെഡി. അപ്പോൾ മസ്റ്റ് ട്രൈ.